99942 അപ്പോഫിസ് ഒരു ഉൽക്കയുടെ പേരാണ്. കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഈ ഉൽക്ക വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ ഭീതിയോടുകൂടിയാണ് ഈ പേര് ഇപ്പോൾ കേൾക്കുന്നത്. 2004 ജൂൺ മാസത്തിലായിരുന്നു 3 ഗവേഷകർ ആദ്യമായി ഈ ഉൽക്കയെ കണ്ടെത്തിയത്. അതിനുശേഷമാണ് ഇതിന് അപ്പോഫിസ് എന്നുള്ള ഒരു പേര് കൊടുക്കുന്നത്. അപ്പോഫിസ് എന്നാൽ ഒരു ഈജിപ്ഷ്യൻ ദേവനാണ്. മുന്നിൽ വരുന്ന സകലതിനെ നശിപ്പിക്കുന്ന സംഹാരമൂർത്തിയായിട്ടുള്ള ഒരു ദേവൻ. എന്തുകൊണ്ടാണ് അപ്പോഫിസ് എന്ന പേര് കേൾക്കുമ്പോൾ ആളുകൾ ഒന്ന് ഭയക്കുന്നത്? ഇത് കണ്ടെത്തിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു പ്രഡിക്ഷനാണ് അതിൻ്റെ പിന്നിലുള്ള കാരണം. ഇത് ഭൂമിയിൽ വന്ന് പതിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണെന്നാണ് ആദ്യ പഠനങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. 2029 ഏപ്രിൽ മാസം 13 ഭൂമിയിൽ വന്ന് പതിക്കാനുള്ള സാധ്യത 2.1% ഗവേഷകർ കണ്ടെത്തി. അത് ഒരു വലിയ സാധ്യത തന്നെയാണ്. ഭൂമിയിൽ വന്ന് പതിക്കുകയാണെങ്കിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നതുമാണ്. ഇതിൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം 340 മീറ്ററാണ്. ഇത് ഭൂമിയിൽ വന്ന് പതിക്കുകയാണെങ്കിൽ 100 ന്യൂക്ലിയർ ബോംബുകൾ ഒന്നിച്ചു പൊട്ടിത്തെറിച്ചാൽ ഉണ്ടാകുന്ന ആഘാതത്തിന് തുല്യവുമാണ്. ഇത്രയും ഭയപ്പെടേണ്ട ഒരു ഉൽക്കയായതുകൊണ്ട് തന്നെ ഗവേഷകർ കൂടുതൽ ഇതിൽ പഠനങ്ങൾ നടത്താൻ തുടങ്ങി. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത നമുക്ക് കേൾക്കാൻ സാധിച്ചു. ഇത് അത്ര ഭയപ്പെടേണ്ട ഒരു ഉൽക്കയല്ല. ഭൂമിയുടെ അടുത്തൂടെ ഇത് കടന്നു പോകും, പക്ഷേ ഭൂമിയിൽ ഇത് വന്ന് പതിക്കുകയില്ല. എന്നാൽ ഒട്ടും വൈകാതെ തന്നെ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി മനുഷ്യർക്ക് കേൾക്കേണ്ടി വന്നു. 2029 ഇത് ഭൂമിയിൽ വന്ന് പതിക്കുകയില്ല, പക്ഷേ 2036 ഏപ്രിൽ മാസം 13 തന്നെ ഭൂമിയിൽ വന്ന് പതിക്കും. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് കണ്ടെത്തി. പിന്നെയും നിരവധി പഠനങ്ങൾ നടക്കുകയുണ്ടായി. ഒടുവിൽ ഗോൾഡ് സ്റ്റോൺ റഡാറിൻ്റെ സഹായത്താൽ 2013 ഏതാനും ഗവേഷകർ ഒരു പഠന റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തു. ആ റിപ്പോർട്ട് നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കുന്നതായിരുന്നു. കാരണം ഇത് 2036 വന്ന് പതിക്കുകയില്ല. എന്നാൽ കുറച്ചധികം വർഷങ്ങൾ കൂടി കഴിഞ്ഞ് 2068 ഏപ്രിൽ മാസം 13 അല്ല, ഏപ്രിൽ മാസം 12 ഇത് ഭൂമിയിൽ വന്ന് പതിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെയും ഒരുപാട് പഠനങ്ങൾ നടത്തി ഇത് ഭൂമിയിൽ പതിക്കുകയില്ല എന്നൊക്കെ ഉള്ള നിഗമനങ്ങളിലേക്ക് ഗവേഷകർ എത്തിച്ചേർന്നിരുന്നു. പക്ഷേ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഒണ്ടാരിയോയിലെ ഒരു അസ്ട്രോണമറായ പോൾ വിഗേർട്ട് കണ്ടെത്തിയത് അപ്പോഫിസ് എന്ന് പറയുന്ന വലിയ ആസ്ട്രോയിഡിൽ ഒരു കുഞ്ഞൻ ആസ്ട്രോയിഡ് വന്ന് പതിച്ചാൽ, ഒരു പ്രത്യേക ഡയറക്ഷനിൽ നിന്ന് വന്ന് പതിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഭൂമിയിൽ വന്ന് പതിക്കുമെന്നാണ്. ആ ചെറിയ ആസ്ട്രോയിഡിൻ്റെ വലിപ്പം വളരെ നേർത്തതാണ്. അതിന് ഏറ്റവും കുറഞ്ഞത് ഒരു 60 സെൻറ്റിമീറ്ററെങ്കിലും വലിപ്പം ഉണ്ടായാൽ മതി. പക്ഷേ ഒരു പ്രത്യേക ഡയറക്ഷനിൽ ഇതേ ആസ്ട്രോയിഡിൽ തന്നെ ആ വലിപ്പത്തിലുള്ള ഒരു ആസ്ട്രോയിഡ് വന്ന് ഇടിക്കാനുള്ള സാധ്യത 10 കോടിയിൽ 1 മാത്രമാണ്. അത് വളരെ വളരെ ചെറിയൊരു സാധ്യത മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ഒരു ലോട്ടറി ടിക്കറ്റ് നിങ്ങൾ എടുത്തെന്ന് കരുതുക. നമ്മുടെ ഓണം ബമ്പർ തന്നെ നിങ്ങൾ ഈ വർഷം എടുത്തു എന്ന് കരുതുക. അതടിക്കാനുള്ള സാധ്യത എത്രയാണ്? 1ാം സമ്മാനം കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഇനി നിങ്ങൾക്ക് അതിൽ 1ാം സ്ഥാനം കിട്ടിയെന്ന് കരുതുക. അടുത്ത വർഷം നിങ്ങൾ വീണ്ടും ഓണം ബമ്പർ എടുക്കുന്നു. അങ്ങനെ തുടർച്ചയായിട്ടുള്ള 10 വർഷങ്ങളിൽ നിങ്ങൾ ഓണം ബമ്പർ എടുക്കുകയും ആ 10 വർഷങ്ങളിലും നിങ്ങൾക്ക് 1ാം സമ്മാനം തന്നെ കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ അത് എത്രമാത്രം വളരെ ചെറിയ ഒരു പ്രോബബിലിറ്റി മാത്രമാണ്. പോൾ വിഗേർട്ടിൻ്റെ കണ്ടെത്തലിൽ ആസ്ട്രോയിഡ് ഭൂമിയിൽ അപ്രകാരം വന്ന് പതിക്കാനുള്ള സാധ്യത അത്രയും പോലുമില്ല. അതിനേക്കാൾ ചെറിയൊരു സാധ്യത മാത്രം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, 2029 ഏപ്രിൽ മാസം 13 നമുക്ക് ഇത് നേരിട്ട് കാണാൻ സാധിക്കും. നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഒരു ടെലസ്കോപ്പോ ബൈനോക്കുലറോ ഇല്ലാതെ തന്നെ വ്യക്തമായി കാണാൻ സാധിക്കും. കാരണം ഇത് ഭൂമിയുടെ വളരെ അരികിലൂടെ ആയിരിക്കും കടന്നു പോവുക. ഏകദേശം ഭൂമിയും ഈ ഉൽക്കയും തമ്മിലുള്ള ദൂരം വെറും 30,000 കിലോമീറ്ററുകൾ മാത്രമാണ്. 30,000 എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് വെറും 30,000 എന്ന് പറയാൻ സാധിക്കുമെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. നമ്മുടെ ഭൂമിയിലുള്ള ദൂരമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യരുത്. സ്പേസിലുള്ള ദൂരമാണ്. ഉദാഹരണത്തിന് നമ്മുടെ ഏറ്റവും അരികിലുള്ള സെലസ്ത്യൽ ബോഡി ആയിട്ടുള്ള മൂൺ അല്ലെങ്കിൽ ചന്ദ്രൻ, അത് ഭൂമിയുമായിട്ട് ഉണ്ടാക്കുന്ന ദൂരം ഏകദേശം 3 ലക്ഷം കിലോമീറ്ററാണ്. 3,80,000 കിലോമീറ്ററാണ്. അപ്പോൾ അതിനേക്കാളൊക്കെ വളരെ അരികിലൂടെ, ചന്ദ്രനേക്കാളും വളരെ അരികിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. എങ്കിൽ പോലും അത് അപകട ഭീഷണിയില്ല. അങ്ങനെ കടന്നു പോയതുകൊണ്ട് ഭൂമിക്ക് ഒരു രീതിയിലുള്ള പ്രശ്നവും ഉണ്ടാകുന്നതല്ല. നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല. അതിൻ്റെ സാധ്യത എത്രമാത്രമാണെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കുറേ കൂടെ ആശ്വാസം കിട്ടുക. അത് ഞാൻ പറഞ്ഞ ആ 10 ലോട്ടറി ടിക്കറ്റുകൾ ഒരുമിച്ചെടുത്ത് 10ന് നിങ്ങൾക്ക് 1ാം സമ്മാനം കിട്ടുന്ന അത്രയും സാധ്യത പോലുമില്ല. ഈ വീഡിയോയിൽ പല വർഷങ്ങൾ പറഞ്ഞു.
2029 വന്നിടിക്കും, 2036 വന്നിടിക്കും, 2068 വന്നിടിക്കും. ഇങ്ങനെ ഒരുപാട് വർഷങ്ങൾ പറഞ്ഞു. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വർഷങ്ങൾ പറയാനുള്ള കാരണം എന്താണ്? 2029, 2030, 31 എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിലൊരു ലോജിക്കുണ്ടല്ലോ. ഒരു തവണ നമ്മുടെ അരികിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അതെങ്ങനെയാണ് കടന്നു വരിക? വീണ്ടും ഇത് കടന്നു വരും. കാരണം ഇതൊരു ഇൻ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റ് അല്ല. അതായത് ഇത് നമ്മുടെ ഈ ഒരു സോളാർ സിസ്റ്റത്തിൽ തന്നെ ഉള്ള ഒരു ആസ്ട്രോയിഡാണ്. നമ്മുടെ ഈ സോളാർ സിസ്റ്റത്തിൽ തന്നെ സൂര്യന് ചുറ്റും ഇത് വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തവണ സൂര്യനെ വലം വയ്ക്കാൻ 325 ദിവസങ്ങളാണ് ഇതിനു വേണ്ടി വരിക. അങ്ങനെയാണെങ്കിൽ ഓരോ 325 ദിവസവും ഭൂമിയുടെ അരികിലൂടെ പോകുമെന്ന് ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും. അങ്ങനെ ഉണ്ടാവുകയില്ല. ചില വർഷങ്ങൾ കൂടുമ്പോൾ മാത്രമാണ് ഇത് ഭൂമിയുടെ വളരെ അരികിലൂടെ കടന്നു പോകുന്നത്. ആ വർഷങ്ങളാണ് 2029, 2036, 2068. അപ്പോഫിസ് അല്ല ശരിക്കും പറഞ്ഞാൽ ഭൂമിയുടെ ഏറ്റവും അടുത്തൂടെ കടന്നു പോകുന്ന ആസ്ട്രോയിഡ്. അപ്പോഫിസിനേക്കാൾ കുറച്ചുകൂടെ വലിപ്പക്കുറവുള്ള വേറെ 2 ആസ്ട്രോയിഡുകളെ കൂടി ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഭൂമിയുടെ കുറച്ചുകൂടെ അടുത്തുകൂടെ ആയിരിക്കും കടന്നു പോവുക. എങ്കിൽ പോലും ഇത് അപകടം സൃഷ്ടിക്കുകയില്ല എന്ന് തന്നെയാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ കുറച്ച് വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ വലിപ്പമുള്ള ഭൂമിയെ വന്ന് ഇടിക്കാൻ സാധ്യതയുള്ള ഒരു ആസ്ട്രോയിഡിനെ കണ്ടെത്തിക്കൂടായികയില്ല. അങ്ങനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഗവേഷകർ അത്തരത്തിലുള്ള കൂട്ടിയിടികൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങളും നടത്തുന്നുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് ഗവേഷകർ ഡാർട്ട് ടെസ്റ്റ് അല്ലെങ്കിൽ ഡബിൾ ആസ്ട്രോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ് നടത്തിയത്. അന്ന് അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഈ ചാനലിൽ ചെയ്തിരുന്നു. ഡിഡിമോസ് എന്നും ഡൈമോഫോറസ് എന്നും പേരുള്ള 2 ആസ്ട്രോയിഡുകൾ. ആ 2 ആസ്ട്രോയിഡുകൾ പരസ്പരം വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെ വലിപ്പക്കുറവുള്ള ഒരു ആസ്ട്രോയിഡിൽ നമ്മുടെ ഒരു സാറ്റലൈറ്റിനെ കൊണ്ടുപോയി ഇടിപ്പിക്കുന്നതായിരുന്നു മിഷൻ. അങ്ങനെ ഇടിപ്പിക്കുന്നതിലൂടെ ഈ 2 ആസ്ട്രോയിഡുകളുടെയും ആ സിസ്റ്റത്തിൻ്റെയും ദിശയിൽ വ്യതിചലനം വരുത്തുകയാണ് നമ്മളന്ന് ഉദ്ദേശിച്ചത്. അത് വിജയകരമായിരുന്നു. അതിൻ്റെ ഭ്രമണപഥത്തിൽ ചെറിയ മാറ്റം വരുത്താൻ നമുക്ക് സാധിച്ചിരുന്നു. ഇതിനു പുറമെ ഒരു ആസ്ട്രോയിഡിൻ്റെ ഒരു വശത്ത് കറുത്ത നിറം പൂശുന്നതിനെക്കുറിച്ചും ഗവേഷകർ ചിന്തിക്കുന്നുണ്ട്. കറുത്ത നിറത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് സകല പ്രകാശത്തെയും ഊർജ്ജത്തെയും വലിച്ചെടുക്കുന്നു എന്നതാണ്. അത് റിഫ്ലക്റ്റ് ചെയ്ത് വെളിയിലേക്ക് വിടുന്നില്ല. അങ്ങനെ പൂർണ്ണമായിട്ടും ഊർജ്ജത്തെ ഒരു വശത്തേക്ക് ആകർഷിക്കുന്നതിലൂടെ അതിൻ്റെ ഡയറക്ഷനിൽ ചെറിയ വ്യതിയാനങ്ങൾ വരുത്താൻ സാധിക്കുമെന്ന് ഗവേഷകർ പറയുന്നു. പക്ഷേ അപ്പോഫിസിൻ്റെ കാര്യത്തിൽ അത് സാധ്യമല്ല. കാരണം 2027 മുതലായിരിക്കും നമുക്ക് തുടർച്ചയായിട്ട് ഇതിനെ നിരീക്ഷിക്കാൻ സാധിക്കുക. അതിനു മുൻപുള്ള ഘട്ടത്തിൽ ഇത് സൂര്യൻ്റെ വളരെ അരികിലായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുകയില്ല. നമ്മുടെ ടെലസ്കോപ്പുകളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. 2027 നമ്മൾ ഈ 2 ടെസ്റ്റുകളും നടത്തിയതുകൊണ്ട് കാര്യമില്ല. കാരണം ഈ 2027 മുതൽ 2029 വരെയുള്ള കാലയളവിൽ നമ്മൾ ഈ കറുത്ത നിറം സ്ഥാപിച്ചതുകൊണ്ട് കാര്യമായിട്ട് അതിൻ്റെ ഓർബിറ്റിൽ മാറ്റം വരില്ല. അതിനു പുറമെ ആ സമയത്താണ് നമ്മൾ ഈ ഒരു ഡാർട്ട് മിഷൻ നടത്തുന്നതെങ്കിൽ അത് പല കഷ്ണങ്ങളായിട്ട് ചിന്നിച്ചിതറി അതൊക്കെ വലിയ വലിയ സ്ഫോടനങ്ങൾക്ക് കാരണമായി മാറും. അതൊക്കെ നേരിട്ട് ഭൂമിയിൽ വന്ന് പതിക്കാനുള്ള സാധ്യതയുണ്ട്. കുറേ കഷ്ണങ്ങളൊക്കെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ തന്നെ കത്തി ഇല്ലാതെയാകുമെങ്കിലും കുറേയൊക്കെ ഭൂമിയിൽ വന്ന് പതിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഡാർട്ട് മിഷനും ഈ കറുത്ത പെയിൻ്റ് അടിക്കുന്ന മിഷനും എന്തായാലും അപ്പോഫിസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. പക്ഷേ ഭയപ്പെടാനൊന്നും തന്നെയില്ല. ഭയം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ആ ലോട്ടറിയുടെ എക്സാമ്പിൾ മാത്രം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ആസ്ട്രോഫിസിക്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാനൊരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ കോഴ്സിൻ്റെ ഭാഗമായി ഗവേഷകരോടൊപ്പം ചേർന്ന് റിസർച്ച് ചെയ്യാനും അതൊരു ശാസ്ത്ര പ്രബന്ധമാക്കി പബ്ലിഷ് ചെയ്യാനുമുള്ള അവസരം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക. കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ എന്നോട് സംസാരിക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്കുകളും ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്.